ഗായ്സ്, അപ്പോൾ നമ്മളിന്നിപ്പോൾ ലണ്ടൻ ഓപ്പണിംഗിന് ശേഷമാണ് നമ്മൾ ഇന്നത്തെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അനാലിസിസ് നമ്മൾ US മാർക്കറ്റിൽ ഉള്ള ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റിക്കുള്ള അനാലിസിസ് ആയിരിക്കും. ഓക്കെ, US സെഷൻസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ്സിൻ്റെ വ്യൂസാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ചാർട്ടിലേക്ക് പോവാം. മന്ത്ലി ചാർട്ടിൽ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് മന്ത്ലി ഹൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്നലെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് മന്ത് ഹൈസ് കാര്യങ്ങളൊക്കെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവറി ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് എന്ത് ചെയ്യും, കറക്ഷൻ ചെയ്യും. ഓക്കെ, മാർക്കറ്റിലുള്ള ഹയർ ടൈം ഫ്രെയിം ആയിക്കോട്ടെ, ലോ ടൈം ഫ്രെയിം ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ലിക്വിഡിറ്റീസ് ആയിക്കോട്ടെ, മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം മാർക്കറ്റിൽ ഒരു കറക്ഷൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം റാലി കണ്ടിന്യൂ ചെയ്യുന്ന സിനാരിയോ ഉണ്ട്. ഓക്കെ, അതും അതിനുശേഷം റാലി കണ്ടിന്യൂഷൻ ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു ബഞ്ച് ഓഫ് ലിക്വിഡിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന പ്രൈസ് ആ ലിക്വിഡിറ്റിയും കൂടി എടുത്തതിന് ശേഷം റിവേഴ്സ് ചെയ്യേണ്ട ഇതിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂഷൻ ചെയ്യുന്നത് ചില സിനാരിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് മന്ത്ലി ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വീപ്പ് ചെയ്തു. ഇന്നലെ ഹൈ എന്ത് ചെയ്തു, പ്രീവിയസ് മന്ത് ഹൈസ് മാർക്കറ്റ് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ലൊരു കറക്ഷൻസ് തന്നു. ഓക്കെ, അപ്പോൾ ഇനി ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് സിനാരിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡിൽ നിന്ന് കറന്റ് ഉള്ള സപ്പോർട്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഈ ഓൾറെഡി എൻട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു പ്രൈസ് മാർക്കറ്റിൽ ഒരു റിജക്ഷൻ ഉണ്ടാവുന്നില്ല. ഇതൊരു മാർക്കറ്റിൽ ഉണ്ടായ ഒരു സപ്ലൈ സോൺ ഏരിയ ആയിരുന്നു. അവിടുന്ന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 400 പിപ്സിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം. പിന്നീട് അതിന് ശേഷം എന്ത് ചെയ്ത്, ആ ഹൈ പുഷ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പിന്നെ എന്ത് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്ത് ഒരു പുൾ ബാക്ക് തരാണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് പുഷ് ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റി പ്രീവിയസ് മന്ത് ഹൈസ് എന്ത് ചെയ്തത്, ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് റിവേഴ്സൽ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, തന്നിക്കില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ എന്ത് ചെയ്തിട്ടില്ല, തന്നില്ല. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രീവിയസ് മന്തിൽ ഹൈസ് എന്ത് ചെയ്ത് ടാർഗറ്റ് ചെയ്തു. പിന്നീട് അതിന് ശേഷം എന്ത് സംഭവിച്ചു, മാർക്കറ്റ് ആ ഈ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഇന്നലത്തെ ന്യൂയോർക്ക് സെഷൻ ഓപ്പണിംഗിൽ എന്ത് ചെയ്ത് ഹൈസ് എടുത്തു. ലണ്ടൻ സെഷൻ ഹൈയും അതുപോലെ ഏഷ്യൻ സെഷന്റെ ഹൈസും മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ച് റിവേഴ്സൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏഷ്യന്റെ ലോ എന്ന് പറയുന്നത് 4199 4200 ആ റേഞ്ച് ആണ് ഇന്നത്തെ ഏഷ്യൻ ലോ എന്ന് പറയുന്നത്. മാർക്കറ്റിന് സപ്പോർട്ടായി നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 4173 ടു 4180 ആ റേഞ്ച് ആണ് മാർക്കറ്റിൽ നിലവിൽ എന്ത് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. നിയറസ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ലെവലാണ്. ഈ രീതിക്കാണ് ഞാൻ എന്ത് ചെയ്ത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് 4300 110 അതുപോലെ 320 ആ റേഞ്ചിലായിട്ട് മാർക്കറ്റിൽ റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കറന്റ് നിൽക്കുന്ന സിനാരിയോയിൽ മാർക്കറ്റ് ഇത് പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഞാൻ ഇത് എന്ത് ചെയ്യും, ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് നോക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിക്വിഡിറ്റീസ് ഇവിടെ എന്ത് ചെയ്താലോ ബോട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലിക്വിഡിറ്റീസ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബഞ്ച് ഓഫ് ലിക്വിഡിറ്റി മാർക്കറ്റിന് എടുക്കേണ്ടതുണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ബുള്ളിഷ് ആണ് എവറി ടൈം ഫ്രെയിം. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ കയറിയ ഒരു മൂവ്മെന്റിന്റെ കറക്ഷൻസ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് 50% മാർക്കറ്റ് എന്ത് 50% എബോവ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്ഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം 50% എബോവ് മാർക്കറ്റ് 50% കറക്റ്റ് 50% എന്ത് ചെയ്തിട്ട് ഇപ്പം നിലവിൽ പ്രൈസ് എന്ത് ചെയ്ത് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റേഞ്ചിൽ നിന്നായിട്ട് നമുക്കൊരു മാർക്കറ്റിൽ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കൂടുതൽ സാധ്യത ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലോ ടൈം 30 മിനിറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സിൽ ഓവറോൾ നിലവിലുണ്ടായ മൈനർ സപ്പോർട്ട് ലെവലായിരുന്നു ഈ ഒരു പ്രൈസ്. ഓക്കെ, 4220 ആ റേഞ്ച് ആയിരുന്നു നിലവിലുണ്ടായ ഒരു മൈനർ സപ്പോർട്ട് ലെവൽ. ഓക്കെ, അവിടെ വീണ്ടും പ്രൈസ് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് വീണ്ടും ചെറിയൊരു മൂവ്മെന്റ് തന്നു. പിന്നീട് എന്താ സംഭവിച്ചത്, ഇന്നത്തെ ഏഷ്യൻ ഓപ്പണിംഗ് 6:30 എന്ത് ചെയ്തു, മാർക്കറ്റിൽ എന്ത് ചെയ്തു, ഒരു ഫാളിംഗ് എന്ന് പറയാൻ കഴിയില്ല. നിലവിലുണ്ടായ സപ്പോർട്ട് ലെവൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, തിരിച്ചെന്ത് ചെയ്തു,
സെയിം ഓപ്പണിംഗ് പ്രൈസിലേക്ക് തന്നെ വീണ്ടും പുഷ് ചെയ്യുന്ന സിനാരിയോ ഉണ്ട്. ഇനി കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പേഴ്സണലി റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നത്തെ ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം US സെഷനിൽ നമുക്കൊരു ഈ ഒരു ഇറക്കത്തിന്റെ കറക്ഷൻസ് എന്ത് ചെയ്യും, മാർക്കറ്റ് ട്രെൻഡ് വൈസ് മൂവ്മെന്റ് ബൈ സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പേഴ്സണലി. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 4073 to 4180 റേഞ്ച് ആണ് ഗോൾഡിന്റെ കറന്റ് ഇല്ല നിയറസ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസ് സപ്ലൈ സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4250-55 ലെവൽ എന്താണ് കറന്റ് ഇല്ല ഒരു സപ്ലൈ സോൺ ഏരിയയും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് 4320. ഓക്കെ, 4310 to 320 ലെവലിൽ നിന്നായിട്ട് നമുക്ക് പ്രൈസിംഗ് മാർക്കറ്റിൽ ഒരു കറക്ഷൻസ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് റാലിന്റെ ഒരു ടാർഗറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 4320 ലെവൽ വരെ എന്തെങ്കിലും പ്രൈസ് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഈ ഒരു റേഞ്ച് വന്നതിന് ശേഷം മാത്രം. ഓക്കെ, 4180 4173 to 4180 ആ ലെവലിൽ നിന്നായിട്ട് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെ പ്രൈസ് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്രയ്ക്കാണ് ഇപ്പൊ ഇന്ന് ഗോൾഡിൽ നമുക്ക് പറഞ്ഞു പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, എൻട്രി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിൽക്കുന്ന പ്രൈസിൽ കൂടുതലും സാധ്യത ഇന്നത്തെ ഏഷ്യന്റെ ലോ എടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സപ്പോർട്ട് ലെവൽ ഏരിയ ആണ്. പക്ഷെ അവിടുന്ന് പ്രൈസ് സെയിം ഓപ്പണിംഗ് പ്രൈസിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ട്. വീണ്ടും പ്രൈസ് ബോട്ടത്തിലേക്ക് തന്നെ പുഷ് ചെയ്യുന്ന സിനാരിയോ ആണ് ഇവിടെ ഇപ്പം പ്രൈസ് ലെവൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലായിട്ടാണ് 4173 to 4180 ആ ലെവലിൽ നിന്നായിട്ടാണ് ബൈ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയ്ക്കാണ് ഇന്നിപ്പോ ഗോൾഡിൽ നമുക്ക് ഇപ്പൊ സിംപിളി പറഞ്ഞു പോകാനുള്ളത്. അതിനനുസരിച്ച് എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്തത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്തതായിരിക്കും, നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എൻട്രി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഈവനിങ് മേ ബി US സെഷനിൽ നമ്മൾ ലൈവ് അനാലിസിസും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ലൈവിൽ നമുക്ക് ഇന്ന് നമ്മളിപ്പോ പറഞ്ഞ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞ പോലെ നമുക്ക് എൻട്രി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ലൈവിൽ നമുക്ക് എൻട്രി എടുത്ത് പോവാം. ഓക്കെ.